ഇനി തേർഡ് മിത്ത് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജ്യൂസുകളിൽ നമുക്ക് അവൈലബിൾ ആണല്ലോ. ഇതുപോലത്തെ ജ്യൂസസ്, ഹെർബൽ ജ്യൂസസ് ഒക്കെ കഴിച്ചാൽ മാത്രമേ നമ്മളെ ബോഡിയിൽ ഡിറ്റോക്സ് മെക്കാനിസം നടക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മുടെ ലിവറിനും കിഡ്നിക്കും നാച്ചുറലി ഡിറ്റോക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്കൊരു അസുഖം വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് പോലെ കഴിക്കുന്ന കാര്യങ്ങളാണ് ഈ ഹെർബൽ ജ്യൂസസ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി അല്ലെങ്കിൽ മഞ്ഞൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ ലിവറും കിഡ്നിയും ഒക്കെ നാച്ചുറലി നമ്മളെ ബോഡീനെ ഡിറ്റോക്സ് ചെയ്യുന്ന ഓർഗൻസ് ആണ്. നാലാമത്തെ ഈ മിത്ത് എന്ന് പറയുന്ന വലിയൊരു തെറ്റിദ്ധാരണ ഇന്ന് എല്ലാവരിലും ഉള്ളതാണ്, മീൽസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നന്നായി മെലിഞ്ഞോളും എന്നുള്ളത്. അങ്ങനെയല്ല. ഈ മീൽസ് നമ്മൾ ഒരു തവണ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് മീലിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? നന്നായി വിശക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഫുഡിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. നന്നായി ഫുഡ് കഴിക്കും. ഇങ്ങനെ നന്നായി ഫുഡ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറച്ച് കൂടുതൽ ഗെയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, മീൽസ് സ്കിപ്പ് ചെയ്യരുത്. അതും ബാലൻസ്ഡ് മീൽസ് ആയിരിക്കണം, പോർഷൻ കൺട്രോൾ ആയിരിക്കണം. ഈ രീതിയിലാണ് വെയിറ്റ് ലോസിന് നമ്മൾ പോകേണ്ടത്. പിന്നെ പറയുന്ന ഒരു മിത്ത് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് ആണല്ലോ കഴിക്കുന്നത്, അപ്പൊ അത് എത്ര വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല. എത്ര ന്യൂട്രീഷ്യസ് ഫുഡ് ആണെങ്കിലും അത് ഓവർ ഇൻടേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനും ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടായിരിക്കുന്നതാണ്. അതും ബാലൻസ്ഡ് ആയിരിക്കണം എടുക്കുന്നത്. അതുകൊണ്ട് ന്യൂട്രീഷണൽ ഫുഡ് ആണെന്ന് വെച്ച് ഓവർ ഇൻടേക്ക് ആവശ്യമില്ല. അതും ബാലൻസ് ആയി കൺട്രോൾഡ് ആയിട്ട് തന്നെ പോർഷൻ സൈസ് ഒക്കെ നോക്കി തന്നെ കഴിക്കുക. അപ്പോഴേ അതിന് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഈ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുറച്ച് തെറ്റിദ്ധാരണകൾ മാറിയെന്ന് വിചാരിക്കുന്നു. ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ.